ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വെജിറ്റേറിയൻ ഡിഷാവാല്ലേ. സോയ ചങ്ക്സ് ആണേ. അപ്പോൾ ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലെയല്ല ചെയ്ത്. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ സോയ ചങ്ക്സിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് നേരമൊന്നും വെക്കുന്നില്ല, ഞാൻ ഇപ്പോൾ തന്നെ ഇത് ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ വെട്ടി തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അത് ഞാൻ അതേപോലെ അപ്പം തന്നെ ഞാനത് ഡ്രൈ ആക്കി ഊറ്റിയെടുത്തു. അപ്പോൾ ഞാനത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി നാളികേരക്കൊത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കളർ മാറ്റിയെടുക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒനിയനൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ മുന്നേ ചെയ്ത റെസിപ്പിയും ഈ റെസിപ്പിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സോയ ചങ്ക്സ് ഞാൻ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെച്ച കാരണം അന്ന് കുറച്ച് ഡ്രൈ ആയിട്ടല്ല നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത്തവണ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെക്കാത്തത് കാരണം നമുക്ക് ഈ ഒരു റെസിപ്പി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. നമുക്ക് കടലയൊക്കെ പെറുക്കിയെടുക്കുന്ന പോലെ നമുക്ക് സോയ ചങ്ക്സ് പെറുക്കിയെടുക്കാം. കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതാ ഞാനതിലേക്ക് ഒനിയൻ ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. വെറുതെ ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി. ഞാൻ ഒരുപാട് അരച്ചെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് ഒന്ന് കളർ മാറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് പൗഡറുകൾ ആഡ് ചെയ്യാം. അപ്പോൾ 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ആഡ് ചെയ്യാം, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കോറിയൻഡർ പൗഡർ. ഇത്രയും പൗഡറുകൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിത് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത്. അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തക്കാളിയൊക്കെ നന്നായി കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് സോയ ചങ്ക്സൊക്കെ ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. അതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഇത് ഓൾറെഡി ഡ്രൈ ആണേ. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് എന്താ പറയുക, കുറച്ച് നേരം നമ്മളിത് അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറായി വരും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. ഇനി ഞാനിത് അടച്ച് വയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ സോയ ചങ്ക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്.